ഇന്ന് കുറച്ച് വിഷമത്തിലാണ്. എല്ലാവർക്കും സ്വന്തം കയ്യിലുള്ള വണ്ടി പോകുമ്പോൾ എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടാവാറുണ്ടല്ലേ. അതുപോലെ ഒന്നുണ്ട്. നമ്മുടെ വണ്ടി സെയിൽ ചെയ്തു. ഒരുപാട് വർഷങ്ങളായിട്ട് യൂസ് ചെയ്ത വണ്ടിയാണ്. അപ്പോൾ കണ്ടോ, നല്ല കിടിലായിട്ട് എപ്പോഴും കിടക്കുന്നത്, നല്ലോണം നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ നാളെ ആളിത് കൊണ്ടുപോകും. കുറേ വിഷമമുണ്ട്, കുറേ നാളുകളായിട്ട് യൂസ് ചെയ്ത വണ്ടി ആയതുകൊണ്ടാണ്. അപ്പോൾ നാളെ അത് കൊടുക്കുന്നവരെ നമുക്ക് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി ഇന്ന് പോവാണ് കേട്ടോ. അപ്പോൾ വണ്ടി ഒന്ന് ക്ലീൻ ചെയ്യണം, മൊത്തമായിട്ട് നല്ല ക്ലീനാക്കി അടിപൊളിയാക്കി ഇടാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് നല്ലോണം ക്ലീൻ ചെയ്യാനുണ്ട്. ഇൻറ്റീരിയർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടച്ച് നല്ല സെറ്റായി കൊടുക്കാം. ഒന്നുമില്ല കേട്ടോ, പക്ഷേ ഡസ്റ്റ് ഒന്നുമില്ല. നമ്മൾ വെറുതെ എന്നാലും ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം, ഒന്ന് തുടച്ച് കൊടുക്കാം. ഫ്രണ്ട്സ്, ഏകദേശം എല്ലാം ക്ലീൻ ആയിട്ടുണ്ട്, എല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മുടെ ഇൻറ്റീരിയറിൽ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. അതിൻ്റെ ഒരു ഹിസ്റ്ററി ഞാൻ പറയാം. ഇതാണ്ടോ ഇതാണ്ട് ഈ കാണുന്ന സംഭവമാണ്. ഇത് എൻ്റെ ഇളയ മാധവ്, അവൻ പിടിച്ച് കടിച്ചതാണ് കേട്ടോ. ഇപ്പോൾ കുട്ടികളെ ആയിട്ട് ട്രാവൽ ബാക്കിൽ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, അവന്മാർ കയറി ചിലപ്പോൾ കടിച്ചു കൊണ്ടിരിക്കും ഇവിടെ, ഇങ്ങനത്തെ ലെതർ ഭാഗങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു രണ്ട് പ്രശ്നങ്ങളേ ഉള്ളൂ കേട്ടോ ഇൻറ്റീരിയർ. ഇത് വിഷയമൊന്നുമില്ല. ഇതൊരു 3 വർഷമായിട്ടൊരു കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഏകദേശം എല്ലാം ക്ലീൻ ചെയ്തു, നല്ല ക്ലീനാക്കി ബെറ്ററാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ നല്ലോണം ക്ലീൻ ചെയ്ത് സൂക്ഷിച്ചൊരു വണ്ടിയാണ്. ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായി കയ്യിലിരിക്കുന്നു. ഭയങ്കര വിഷമമുണ്ട്. വൈഫിനും കുട്ടികൾക്കൊക്കെ വിഷമമുണ്ട് കേട്ടോ. അത്ര നാൾ യൂസ് ചെയ്തൊരു വണ്ടി പോകുമ്പോൾ എല്ലാവർക്കും വിഷമം ഉണ്ടാവുമല്ലേ. പിന്നെ ഞാനെപ്പോഴാണെങ്കിലും ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത് നല്ല ക്ലീൻ ആയിട്ടാണ്. ഇപ്പോൾ ഇതിൽ ചെറിയൊരു മൈനർ സ്ക്രാച്ച് വന്നപ്പോഴും അതിന് ഞാൻ നല്ലോണം എല്ലാം ബെറ്ററാക്കിയാണ് ഞാൻ കൊണ്ടു നടക്കാറുണ്ടായിരുന്നുള്ളത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ വേറെ പെയിൻറ്റിങ്ങിനും അതിനൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ആൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒരു ഉച്ചയായിട്ടാണ് ആൾ വരുള്ളൂ. അപ്പോഴേക്കും നമ്മളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം കൊടുക്കുന്നുള്ളൂ. നമ്മളെപ്പോഴും വണ്ടി കൊടുക്കുമ്പോഴാണെങ്കിലും നമ്മളൊന്ന് നല്ല ബെറ്ററായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നതാണല്ലോ നല്ലത്. കാശൊക്കെ അടിപൊളിയായിട്ടാണ് ഇട്ടേക്കണത് കേട്ടോ. ഇത്ര നാളായി യൂസ്ഡ് കാർ എന്നൊരു ഫീൽ ഉണ്ടാവും. ഇത്ര രീതിയിലാണ് നമ്മൾ ക്ലീനാക്കി ഇട്ടേക്കണത് കേട്ടോ. പിന്നെ അതുമല്ല, കിലോമീറ്റർ ഒരുപാട് കുറവാണ് ഓടിയേക്കുന്നത്. ഇത്രയും വർഷങ്ങളായെങ്കിലും ഒരു വിഷമമുണ്ട് എന്നാലും കൊടുക്കാൻ വേണ്ടി. കാറ് ഞാൻ കൊടുത്തത് തൃശ്ശൂരുള്ള അഖിലിനാണ്. അപ്പൊ അഖിലിന് സന്തോഷപൂർവ്വം ഞാൻ താക്കോല് to the city streets, we began to feel the fire. We rise like tall buildings as the chemicals, they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light.
push up from the top. We're gonna be two hearts running wild. Now the morning. അധികം ഇവിടെ അധികം നേരം നിർത്തിയിടാൻ പറ്റില്ല. ഓക്കെ